ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തപസ്സുകാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒക്കെ ഈ ദിനങ്ങളിൽ തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ഇന്ന് ധ്യാനിക്കുക കർത്താവിൻ്റെ വാക്ക്, കർത്താവിൻ്റെ വചനത്തെ പറ്റിയുള്ള ചിന്തകളാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവിൻ്റെ വചനത്തെ, വാക്കിനെ നിരസിച്ച ആദ്യ മാതാപിതാക്കളെ നാം കാണുന്നുണ്ട്. തൻ്റെ ശ്വാസം നൽകി അവർക്ക് ജന്മം നൽകിയ ദൈവത്തിൻ്റെ വാക്കിനെ നിരസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തന്നെ മറ്റൊരു സൃഷ്ടിയായ സർപ്പത്തിൻ്റെ, തിന്മയുടെ വാക്കിന് അവർ വില നൽകിയപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് അവർ അകറ്റപ്പെടുന്നതായിട്ട് തുടർന്ന് തിരുവചന ഭാഗത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ വലിയ പ്രാധാന്യത്തെ പറ്റിയാണ് നാം ഇവിടെ കാണുക. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ വാക്കുകൾക്ക്, വചനത്തിന്, കൽപ്പനകൾക്ക് നാം വില നൽകാതിരുന്നിട്ടുണ്ട്. ആ നിമിഷങ്ങളിലൊക്കെ നമ്മിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ കടന്നു വന്നിട്ടുള്ളത് തിന്മയുടെ ശക്തികളാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ഓരോ അനുദിന ജീവിത യാത്രയിലും ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം നൽകി നാം മുമ്പോട്ട് നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ദൈവവചനത്തിന് എപ്പോഴും പ്രാധാന്യം നൽകുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഇന്നത്തെ പ്രതിവചന സങ്കീർത്തന ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളുമായി കടന്നു വരുന്ന നാഥാൻ്റെ വാക്കുകൾക്ക് വില കൊടുത്ത ദാവീദ് തൻ്റെ തിന്മ അല്ലെങ്കിൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ ദാവീദ് ദൈവത്തോട് കരുണയാചിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പ്രതിവചന സങ്കീർത്തന ഭാഗം അവസാനിപ്പിക്കുക ഇപ്രകാരമാണ്: കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. ദൈവത്തിൻ്റെ വലിയ കൃപ നഷ്ടപ്പെട്ട, ദൈവത്തിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ട ഒരു പാപിക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള വലിയ സത്യമാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തന ഭാഗവും നമ്മെ ഓർമ്മപ്പെടുത്തുക. കർത്താവിൻ്റെ വചനത്തിന് വില നൽകാതെ വന്നപ്പോൾ, ദൈവകൽപ്പനകൾ പാലിക്കാതെ വന്നപ്പോഴാണ് ദാവീദിൻ്റെ ജീവിതത്തിലേക്കും തിന്മ കടന്നു വരുന്നതായിട്ട് നാം കാണുന്നത്. എന്നാൽ നാഥാനിലൂടെ കടന്നു വന്ന ദൈവത്തിൻ്റെ ആ വാക്കിന് വില കൊടുത്തപ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് അനുതാപം കടന്നു വരുന്നതായി നാം കാണുന്നു. ഈ ഒരു അനുതാപത്തിലായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും യാത്ര. സ്വാഭാവികമാണ് തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. എന്നാൽ ഒരിക്കലും ആ തിന്മയിൽ ജീവിക്കാതെ ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തന ഭാഗവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ ക്രിസ്തുവിലൂടെ കടന്നു വന്ന കൃപയെപ്പറ്റിയും രക്ഷയെപ്പറ്റിയുമാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. ഒരു മനുഷ്യൻ മൂലം പാപം ഈ ലോകത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മറ്റൊരു മനുഷ്യൻ മൂലം ക്രിസ്തുവിലൂടെ രക്ഷ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്ന ദൈവത്തിൻ്റെ വചനം കാലത്തിൻ്റെ തികവിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വരികയും തൻ്റെ പരസ്യ ജീവിതത്തിലൂടെ, തൻ്റെ വചനത്തിലൂടെ പിതാവിനെ പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുകയും പിതാവിൻ്റെ സ്നേഹം നമുക്ക് പകർന്നു നൽകുകയും ചെയ്തു. ആ സ്നേഹത്തിലൂടെ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും അതിലൂടെ രക്ഷ നമ്മിലേക്ക് കടന്നു വരികയും ചെയ്തു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഇന്നത്തെ സുവിശേഷ വായനയിലേക്ക് നാം കടന്നു വരുമ്പോൾ മത്തായി സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുക കർത്താവിൻ്റെ വചനത്തിൻ്റെ വലിയ ശക്തിയെപ്പറ്റിയാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിന് മുമ്പായി മരുഭൂമിയിൽ വെച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന തിരുവചന ഭാഗമാണ് നാം കാണുക. ഓരോ പരീക്ഷണത്തിനായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പിശാച് കടന്നു വരുമ്പോൾ തൻ്റെ വാക്കിലൂടെ, വചനത്തിലൂടെ അവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ക്രിസ്തുവിനെ നമുക്കിവിടെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ വായനയിൽ ആദിമാതാപിതാക്കന്മാർ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം നൽകാതെ വന്നപ്പോൾ അവർ തിന്മയിലേക്ക് പോയെങ്കിൽ, അതേ ദൈവത്തിൻ്റെ വചനം കൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തുന്ന ക്രിസ്തുവിനെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കാണുക. കർത്താവിൻ്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് പിശാചിൻ്റെ മേൽ അവൻ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അവനെ വിട്ടുപോകുന്ന
പിശാചിനെ നാം ഇന്ന് കാണുന്നുണ്ട്. പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഇങ്ങനെ ഒരു മരുഭൂമി അവസ്ഥ പലപ്പോഴും കടന്നു വന്നേക്കാം. പാപത്തിൻ്റെ പ്രലോഭനത്തിൻ്റെ ചിന്തകളൊക്കെ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ശക്തിയായി തീരേണ്ടത് കർത്താവിൻ്റെ വചനമായിരിക്കണം. പലപ്പോഴും ഭൗതികമായ കാര്യങ്ങളിൽ ആശ്രയം കണ്ടെത്താനായിട്ട് പലപ്പോഴും നാം ആഗ്രഹിക്കാറും അതിനുവേണ്ടി പരിശ്രമിക്കാറുമുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ വചനത്തിന് സാധിക്കും എന്ന് ഒരിക്കലും നമുക്ക് മറന്നു പോകാതിരിക്കാം. നമ്മെ സൗഖ്യപ്പെടുത്തുന്നത് കർത്താവിൻ്റെ വചനമാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകണം. എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും അവിടെയൊക്കെ കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകമാംവിധം തപസ് കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ കൂടുതൽ സമയം കർത്താവിൻ്റെ വചനം വായിക്കുവാനും ആ വചനം ധ്യാനിക്കുവാനുമായിട്ട് നമുക്ക് ഈ കാലത്തെ വിനിയോഗിക്കാം. അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരികയും അതിലൂടെ സൗഖ്യം പ്രാപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.